മാസ്റ്റർ കെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോസ് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ KMMLയുടെ 2025 നടന്ന ജൂനിയർ അനലിസ്റ്റ് കെമിസ്ട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേ കണക്കാൻ ആൻസേഴ്സുമായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു പക്ക എന്താ പറയണ്ട നോർമൽ ബേസിൽ നിന്ന് മാറിയിട്ട് വേറൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, എന്നാൽ പാടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചേർത്തിട്ടാണ് അവർ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അതായത് ഒരു +2 ലെവലിൽ പഠിക്കുന്ന ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 40% ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെയാണ്. പിന്നെ അല്ലാതെ കുറച്ച് ഒരു 30 to 40% എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലിൽ, പിന്നെ ഒരു 10% അടുപ്പിച്ച് ഒരു ഇച്ചിരി പാടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പാടൊന്നുമല്ല, എന്നാലും നോർമലി ഇച്ചിരിയും കൂടെ ഡെപ്തിൽ പഠിക്കുന്ന ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഈ വർഷത്തെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സെറ്റ് A ആണ് എടുത്തേക്കുന്നത്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് A ആണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പേഴ്സ് ഈസ് നോട്ട് പെർമിറ്റഡ്? ഇതിൽ ഏത് സെറ്റിനെയാണ് നമുക്ക്, ഏത് കോണ്ടന്റ് നമ്പേഴ്സാണ് അലൗഡ് അല്ലാത്ത അല്ലെങ്കിൽ പെർമിറ്റ് അല്ലാത്ത എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം പെർമിറ്റ് അല്ലാത്ത കോണ്ടന്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ +1 പഠിക്കുന്നതാണ്. വലിയ കാര്യമൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും 0 വരില്ല. 1, 2, 3, 4 തുടങ്ങിയ നമ്പേഴ്സേ വരത്തുള്ളൂ. ഒരിക്കലും എന്ത് വരത്തില്ല, 0 അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ഒന്നും ആർക്ക് വരത്തില്ല, എന്നിന് വരത്തില്ല. എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറാണ്. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനെ പറ്റിയാണ്? മെയിൻ എനർജി ലെവലിനെ പറ്റിയാണ്, അതായത് ഷെല്ലുകളെ പറ്റിയാണ്. ഷെല്ലുകൾ ബോറിൻ്റെ തിയറി അനുസരിച്ച് K, L, M, N തുടങ്ങിയ ലെറ്റേഴ്സ് കൊണ്ടോ 1, 2, 3 എന്ന് പറയുന്ന കറസ്പോണ്ടിങ് നമ്പേഴ്സ് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എന്തായാലും 1, 2, 3, 4 തുടങ്ങിയ നമ്പേഴ്സേ വരത്തുള്ളൂ. ഇനി രണ്ടാമത്തെ കോണ്ടന്റ് നമ്പർ L ആണ്. എല്ലിന് നമ്മൾ അസിമുത്തൽ കോണ്ടന്റ് നമ്പറാണ്. ഇത് സബ്ഷെല്ലിനെ പറ്റിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണോ എന്നിൻ്റെ വാല്യൂ അതിൽ നിന്ന് 1 കുറയ്ക്കുക. n-1 to 0. ഇതിൽ ഏത് വാല്യൂ വേണമെങ്കിലും എല്ലിന് വരാം. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 2 ആണ് തരുന്നതെങ്കിൽ 2-ൽ നിന്ന് 1 കുറയ്ക്കുക. 2-ൽ നിന്ന് കുറയ്ക്കുമ്പോൾ 1 മുതൽ 0 വരെ, അതായത് 1ഉം 0 ആകാം. എന്നിൻ്റെ വാല്യൂ 3 കൊടുക്കുക. 3 ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, എന്നിന് 3 പോസിബിൾ ആണ്. 1, 2, 3 പോലുള്ള ഏത് നമ്പേഴ്സും എന്നിന് പോസിബിൾ ആണ്. സപ്പോസ് എന്നിന് 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3-ൽ നിന്ന് 1 കുറയ്ക്കുക. 2 മുതൽ 0 വരെ, അതായത് 2 ആകാം, 1 ആകാം, 0 ആകാം. ഇതിൽ 3 ഏത് വാല്യൂ ആണെങ്കിലും എഴുതാം. അതാണ് എല്ലിൻ്റെ വാല്യൂ. ഇനി എല്ലിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം? എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. കാരണം എല്ലിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ -L മുതൽ +L വരെയാണ് എമ്മിൻ്റെ വാല്യൂ. ഇപ്പം എല്ലിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 2 തന്നേക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് എം കണ്ടുപിടിക്കാനായിട്ട് -2 മുതൽ +2 വരെ, അതായത് -2, -1, 0, +1, +2 ഈ 5 വാല്യൂസിൽ ഏത് വാല്യൂ ആണെങ്കിലും വരാം. ഓക്കെ, പിന്നെ എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +1/2 -1/2. അതിലല്ലാതെ വേറൊരു വാല്യൂസും വരത്തില്ല. കാരണം 2 സ്പിന്നേ ഉള്ളൂ അവർക്ക്, പ്ലസ് അല്ലെങ്കിൽ മൈനസ്, ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തത് എന്നിൻ്റെ വാല്യൂ 3 ആണ്, അത് പോസിബിൾ ആണ്. എല്ലിൻ്റെ വാല്യൂ n 3 ആണെങ്കിൽ എല്ല് കണ്ടുപിടിക്കാൻ 3-ൽ നിന്ന് 1 കുറയ്ക്കുക. 3-ൽ നിന്ന് കുറയ്ക്കുമ്പോൾ 2 വരും. അപ്പോൾ 2 ആകാം, 1 ആകാം, 0 ആകാം. 2, 1, 0 അതിൽ 2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശരിയാണ്. ഇനി എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എല്ലിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ -L മുതൽ +L, അതായത് -2 മുതൽ +2 വരെ. -2, -1, 0, +1, +2 ഇതിൽ ഏത് വാല്യൂ ആണെങ്കിലും വരാം. 0 വന്നിട്ടുണ്ട്. സോ അതും ശരിയാണ്. എസിൻ്റെ വാല്യൂ നോക്കണ്ട, +1/2 ആണോ -1/2 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. സോ ഓപ്ഷൻ എ എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസറാണ്, അത് പോസിബിൾ ആണ്. ഓപ്ഷൻ ബിയിലോട്ട് പോകും. എന്നിൻ്റെ വാല്യൂ എത്ര വന്നേക്കുന്നത്? 4 ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്തൊക്കെ വരാം? 4-ൽ നിന്ന് 1 കുറയ്ക്കുക. 1 കുറയ്ക്കുമ്പോൾ 3. അപ്പോൾ 3 ആകാം, 2 ആകാം, 1 ആകാം, 0 ആകാം. ഈ 4 വാല്യൂസിൽ ഏത് വാല്യൂ ആണെങ്കിലും വരാം. സോ നമുക്ക് വന്നേക്കുന്നത് 3 ആണ്. സോ അത് പോസിബിൾ ആണ്. പിന്നെ എല്ലിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ -L മുതൽ +L വരെയാണ് എമ്മിൻ്റെ വാല്യൂ. അപ്പോൾ -3 മുതൽ +3 വരെ. -3, -2, -1, 0, +1, +2, +3 7 വാല്യൂസ് പോസിബിളാണ്. അതിൽ 0 ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും വരാം. 0 ഉണ്ട്, +. അപ്പോൾ ഓപ്ഷൻ ബിയും എന്താണ് ശരിയാണ്. ഓപ്ഷൻ ബിയും പെർമിറ്റഡ് ആണ്. ഇനി ഓപ്ഷൻ സി നോക്കാം. എന്നിൻ്റെ വാല്യൂ 2. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 2, എല്ലിൻ്റെ വാല്യൂ 1. അപ്പോൾ 2-ൽ നിന്ന് 1 കുറയ്ക്കാം. 1 മുതൽ 0 വരെ. 1 ആകാം, 0 ആകാം. 1 വന്നിട്ടുണ്ട്, രണ്ടും ശരിയാണ്. എമ്മിൻ്റെ വാല്യൂ -L മുതൽ +L വരെ, അതായത് -1 മുതൽ +1 വരെ. കാരണം എല്ലിൻ്റെ വാല്യൂ 1 ആണ്. -1 മുതൽ +1 വരെ, അത് -1, 0, +1. ഓക്കെ, 0 ആണ്. എസിൻ്റെ വാല്യൂ +1/2. ഓപ്ഷൻ സിയും ശരിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തായിരിക്കും പോസിബിൾ അല്ലാത്തത്? ഓപ്ഷൻ ഡി ആയിരിക്കും. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി എന്തുകൊണ്ടാണ് ഓപ്ഷൻ ഡി വരുന്നത് നോക്കാം. എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 5-ൽ നിന്ന് 1 കുറയ്ക്കുക. 4 ആകാം, 3 ആകാം, 2 ആകാം, 1 ആകാം, 0 ആകാം.
ഓക്കെ. സോ 4 വന്നിട്ടുണ്ട്. എമ്മിൻ്റെ വാല്യൂ -4 മുതൽ +4 വരെയാണ്. അതായത് -4, -3, -2, -1, 0, +1, +2, +3, +4, +5 ആണ് കൊടുത്തേക്കുന്നത്. പോസിബിൾ അല്ല. സോ ഓപ്ഷൻ ഡി ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ +1 ലെവലിലേ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: ബോൺ ഹേബർ സൈക്കിൾ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ. ഇതും +1 തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു അറിയാവുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ബോൺ ഹേബർ സൈക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? ലാറ്റിസ് എനർജി കണ്ടുപിടിക്കാനാണ് നമ്മൾ ബോൺ ഹേബർ സൈക്കിൾ യൂസ് ചെയ്യുന്നത്. ഈ ബോൺ ഹേബർ സൈക്കിൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ, ബോൺ ഹേബർ സൈക്കിൾ നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് ലാറ്റിസ് എനർജിയാണ്. അതായത് ഒരു അയോണിക് ബോണ്ട്. എന്താണ് ലാറ്റിസ് എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അയോണിക് ബോണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇപ്പോൾ NaCl എന്ന് പറയുന്ന അയോണിക് കോമ്പൗണ്ട്, അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന അയോൺസ് Na+ഉം Cl-, അത് ഗേഷ്യസ് ഫോമിൽ ഉണ്ടാകാൻ നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് എന്താ? ലാറ്റിസ് എനർജി. അല്ലെങ്കിൽ ഈ Na+ഉം Cl-ഉം ഗേഷ്യസ് ഫോമിൽ നിന്ന് കമ്പൈൻ ചെയ്ത് NaCl ആയിട്ട് മാറുമ്പോൾ റിലീസ് ചെയ്ത എനർജി. തിരിച്ചും പറയാം, അങ്ങോട്ടും പറയാം, ഇങ്ങോട്ടും പറയാം. അതായത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എനർജി, ഉണ്ടാവുകയാണെങ്കിൽ റിലീസ് ചെയ്യുന്ന എനർജി, അതാണ് ലാറ്റിസ് എനർജി. അത് കണ്ടുപിടിക്കാൻ നമ്മൾ അത് നമുക്ക് നോർമലി കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കാരണം നോർമലി കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്നറിയാമോ? നമ്മുടെ ഈ അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് ഒരാൾ മെറ്റലും ഒരാൾ നോൺ മെറ്റലും, അതായത് ഒരാൾ സോളിഡും ഒരാൾ ഗ്യാസുമാണ്. അപ്പം നമുക്ക് അയോൺസ് കിട്ടുന്നത് ഈ സോളിഡ് ആയിട്ടുള്ള അയോണേ കിട്ടത്തുള്ളൂ. ഗ്യാസ് ആയിട്ടുള്ള ആളുടെ ഗ്യാസ് ആയിട്ടുള്ള അയോൺ കിട്ടും. ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ലാറ്റിസ് എനർജി വേണമെങ്കിൽ രണ്ടുപേരും ഗേഷ്യസിലോട്ട് പോകണം. ഒരാൾ സോളിഡ് ആയതുകൊണ്ട് അയാൾ ഗേഷ്യസിലോട്ട് പോകാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബോൺ ഹേബർ സൈക്കിൾ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അതായത് ഈ ബോൺ ഹേബർ സൈക്കിൾ വെച്ചിട്ട് നമ്മൾ ലാറ്റിസ് എനർജി കണ്ടുപിടിക്കുമ്പോൾ അവരവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏത് ലോയാണ്? ഹെസ്സസ് ലോയാണ്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. ലാറ്റിസ് എനർജി കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബോൺ ഹേബർ സൈക്കിൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അത് നമ്മൾ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ആരെയാണ്? ഷീ ആണ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും ഷീ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ കറക്റ്റ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 2s ഓർബിറ്റൽ ഹാസ് നോ സ്പെറിക്കൽ നോഡ്. 2s ഓർബിറ്റൽസിന് സ്പെറിക്കൽ നോഡ് ഇല്ലെന്നാണ്. നമുക്ക് 3 ടൈപ്പ് നോഡാണ് പഠിക്കാനുള്ളത്: ടോട്ടൽ നോഡ്, റേഡിയൽ നോഡ്, ആംഗുലാർ നോഡ്. അപ്പം ടോട്ടൽ നോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് n-1 ആണ്. n എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് n-1. ഇനി അതിൽ നിന്ന് റേഡിയൽ നോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് റേഡിയൽ നോഡ് n-l-1. n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും l അസിമുത്തൽ ക്വാണ്ടം നമ്പറുമാണ്. ദെൻ ആംഗുലാർ നോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് l വെച്ചിട്ടാണ്. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഏതാ പറഞ്ഞിരിക്കുന്നത്? 2s ഓർബിറ്റൽ അല്ലേ? സോ 2sന് n-ൻ്റെ വാല്യൂ 2 ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണ്. ഇതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. n-ൻ്റെ വാല്യൂ 2 ആണ്. ഇനി l-ൻ്റെ വാല്യൂ s ഓർബിറ്റലാണ്. s-ൻ്റെ l വാല്യൂ 0 ആണ്. s-ൻ്റെത് 0, p-യുടേത് 1, d-യുടേത് 2, f-ൻ്റെ 3. നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. സോ n വാല്യൂവും l വാല്യൂവുമായി നമ്മുടെ അടുത്ത് ടോട്ടൽ നോഡോ ആംഗുലാർ നോഡോ ഒന്നും അല്ല ചോദിച്ചേക്കുന്ന. സ്പെറിക്കൽ നോഡ് 0 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് 0 ആണെന്ന് നോക്കാം. എന്താ സ്പെറിക്കൽ നോഡ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ റേഡിയൽ നോഡ് കണ്ടുപിടിക്കുന്നത്? n-l-1. സോ n-ൻ്റെ വാല്യൂ എത്ര? 2 മൈനസ് l-ൻ്റെ വാല്യൂ എത്ര? 0 -1. 2 - 0 - 1 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. സോ എന്തല്ല? റേഡിയൽ നോഡ് എന്തല്ല? 0 അല്ല. അല്ലെങ്കിൽ സ്പെറിക്കൽ നോഡ് ഇല്ല എന്ന് പറയുന്ന തെറ്റാണ്. ഒരു സ്പെറിക്കൽ നോഡ് ഉണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. 2, ലൈൻമാൻ സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം അപ്പിയർ ഇൻ വിസിബിൾ റീജിയൻ. ലൈൻമാൻ വരുന്നത് വിസിബിൾ റീജിയണിൽ എന്നാണ്. നമുക്ക് 5 സീരീസുകളാണ് ഹൈഡ്രജൻ സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ലൈൻമാൻ ഉണ്ട് അല്ലേ, ഫസ്റ്റ് കണ്ടുപിടിച്ച സീരീസ്. പിന്നെ ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ഇങ്ങനെ 5 സീരീസാണ് വരുന്നത്. ഇതിൽ നമ്മുടെ ലൈൻമാൻ വരുന്നത് നമ്മുടെ UV, ബാമർ വരുന്നത് വിസിബിള്, ബാക്കിയെല്ലാം IR റീജിയൻസ് ആണ്. ശരിയല്ലേ? ബാക്കിയെല്ലാം IR ആണ്. ഒരേ ഒരു കാണാൻ പറ്റുന്ന ഹൈഡ്രജൻ സ്പെക്ട്രം ബാമർ സീരീസ് ആണ്, വിസിബിൾ. മറ്റേത് UV, ബാക്കിയെല്ലാം ഇൻഫ്രാറെഡ്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലൈൻമാൻ സീരീസ് എന്ന് പറയുന്നത് വിസിബിൾ റീജിയനിലാണ്. തെറ്റാണ്. ബാമർ സീരീസ് ആണ് വിസിബിൾ റീജിയനിൽ. സോ
ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. 6s ഓർബിറ്റൽ ഹാസ് ലോവർ എനർജി ദാൻ 4f ഓർബിറ്റൽ. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനർജി നമുക്കറിയാം, ഈ ഓർബിറ്റൽസിൻ്റെയൊക്കെ എനർജി കണ്ടുപിടിക്കുന്ന നമ്മൾ ആഫ്ബാ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ആഫ്ബാ പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് നമ്മൾ ഓർബിറ്റൽസിൻ്റെയൊക്കെ എനർജി കണ്ടുപിടിക്കുന്നത്, ശരിയല്ലേ? ആഫ്ബാ പ്രിൻസിപ്പിൾ ബേസ് ചെയ്യുന്നത് n+l വാല്യൂവിനെയാണ്. n+l വാല്യൂവിനെയാണ്. n+l വാല്യൂ കുറഞ്ഞ ആൾക്ക് ലോവർ എനർജിയും n+l വാല്യൂ കൂടിയ ആൾക്ക് ഹയർ എനർജിയുമാണെന്നാണ് ആഫ്ബാ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പം n+l വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആരുടെയൊക്കെയാണ്? 6sൻ്റെതും 4fൻ്റെതും രണ്ടും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം 6sൻ്റെ കണ്ടുപിടിച്ച് നോക്കാം. n വാല്യൂ 6 ആണ്, ഇതാണ് n വാല്യൂ. l വാല്യൂ എസിൻ്റെ കണ്ടുപിടിക്കുക. എസിൻ്റെ l വാല്യൂ 0 ആണ്, അപ്പോൾ 6 + 0 6 കിട്ടും. അപ്പം n+l വാല്യൂ 6 ആണ്. ഓക്കെ, ഇനി 4fന് കണ്ടുപിടിക്കാം. 4 ആണ് n വാല്യൂ, f ആകുമ്പോഴത്തേക്ക് 3 വരും. 4 + 3 എത്ര വന്നു? 7 വന്നു. സോ n+l വാല്യൂ കുറവാക്കാം 6sന്. അപ്പോൾ 6sന് 4fനെ കാട്ടിയും എനർജി കുറവായിരിക്കും. ഓക്കെ, 6s ഓർബിറ്റൽ ഹാസ് ലോവർ എനർജി ദാൻ 4f ഓർബിറ്റൽ. ശരിയാണ്. അപ്പം 1ഉം 2ഉം സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിലും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താൽ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഓൺലി 3. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ, ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം റോങ് ആണ്. ഇതാണ് നമ്മുടെ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയത്? എത്രാമത്തെ ആയാലും ഓക്കെ, ഫൈൻ. സി, ആൻസർ ഓപ്ഷൻ സി ആണ്. ക്ലിയർ വിത്ത് ദിസ് വൺ? ഓക്കെ, ഇത് നോക്കിയിട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള നമ്മുടെ നോർമലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോർമൽ നമ്മൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകളയുന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു +2 ലെവൽ പോലും വേണ്ട, +1 തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം +1 ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നത്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വിച്ച് കോമ്പൗണ്ട് ഈസ് നോൺ ആസ് ഇനോർഗാനിക് ബെൻസീൻ? ഇതിലേത് ആളെയാണ് നിങ്ങൾ ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നത്? നിങ്ങളത് എനിക്ക് തോന്നുന്നു നിങ്ങളത് ഇപ്പം പഠിക്കാനില്ല നമുക്ക് +2-ന്. കാരണം ഇപ്പം നമ്മുടെ ആ ടോപ്പിക്ക് നമ്മുടെ +2 ടെക്സ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പി ബ്ലോക്കിൽ വരുന്നൊരു ടോപ്പിക്കാണ് +2-ൽ. നമ്മൾ പഠിച്ച സമയത്തൊക്കെ അതുണ്ടായിരുന്നു. ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾ അത് പഠിക്കുന്നില്ല. പി ബ്ലോക്ക് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പി ബ്ലോക്ക്, സോളിഡ് സ്റ്റേറ്റ്, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ നല്ല ചാപ്റ്റേഴ്സൊക്കെ അവർക്ക് ഒഴിവാക്കി കളഞ്ഞു. അപ്പം ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറയുന്നത് ബൊറാസീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നത് ബൊറാസീൻ. അതായത് ബെൻസീൻ്റെ അതേ ഒരു ഷേപ്പ് വരുന്ന ബൊറാസീൻ. ഇതിൻ്റെ ഫോമുല വരുന്നത് B3N3H6. ഇതാണ് ബൊറാസീൻ. ഇയാൾ സിമിലർ ടു ദാറ്റ് ഓഫ് ആര്? നമ്മുടെ ബെൻസീനാണ്. ബെൻസീൻ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ബെൻസീൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് 6 കാർബൺസ് ആണല്ലേ. ബെൻസീൻ ഇങ്ങനെ അടിക്കുന്നത്. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ. ഇതാണ് ഫോമുല വരുന്നത് C6H6. ഇവിടെ എല്ലാം കാർബൺസ് ആണ്, ശരിയല്ലേ? എല്ലായിടത്തും കാർബൺസ് ആണ്. ഇതാണ് നമ്മുടെ ബെൻസീൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞത് ബൊറാസീനാണ്. ബൊറാസീൻ എന്ന് പറയുമ്പോൾ ഇനോർഗാനിക് ബെൻസീൻ എന്നാണ് അവരെ വിളിക്കുന്നത്. ഓർഗാനിക് ബെൻസീൻ, ഓർഗാനിക് കാർബൺ ഹൈഡ്രജൻ വരുന്നത് ഓർഗാനിക്കാണ്. ഇവിടെ ഓർഗാനിക് ആയിട്ടുള്ള ആരുമില്ല, കാർബൺ ഇല്ല. പകരം ബോറോണും നൈട്രജനും ഒക്കെ ഇനോർഗാനിക് കോമ്പൗണ്ടാണിത്. ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്: BN B3N3, 3 B 3 N. പിന്നെ എല്ലാത്തിനകത്തും ഹൈഡ്രജൻ. പിന്നെ ഒന്നിടവിട്ട് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും. ഇതാണ് ബൊറാസീൻ, B3N3H6. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബൊറാസീൻ. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡൈബൊറൈൻ ആണ്. അവിടെയാണ് നമുക്ക് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് വരുന്നത് അല്ലേ, B2H6. ഒരു ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ടാണ് ബോറോണിൻ്റെ. ഇവിടെയാണ് നമുക്ക് ബനാന ബോണ്ടൊക്കെ നമ്മൾ പറയുന്നത്, ബനാന ബോണ്ട് അല്ലേ. B2H6 അവിടെയാണ് നമ്മൾ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. ഏതാ? ഡൈബൊറൈൻ്റെ കേസിൽ. ഇപ്പോൾ അത് പഠിക്കാനില്ല കേട്ടോ. പിന്നെ ബോറോൺ നൈട്രൈഡ്, BN, അതൊരു ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ടാണ്. കാരണം നമ്മുടെ ഗ്രാഫൈറ്റിന് കണക്ക് ലെയർ സ്ട്രക്ചർ വരുന്ന ഒരു കോമ്പൗണ്ടാണ് ഈ ബോറോൺ നൈട്രൈഡ് എന്ന് പറയുന്നത്. ഒരു പോളിമറാണ് ബോറോൺ നൈട്രൈഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ബോറിക് ആസിഡ്, അതറിയില്ല, H3BO, ബോറിക് ആസിഡ്. ഇത് നമ്മുടെ മുറിവിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ്, ബോറിക് ആസിഡ്. സോ ഇത് ആൻസർ, ഇവിടുത്തെ ആൻസർ, ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ ഒന്ന് ഫെമിലിയർ ആക്കിയെന്നേ ഉള്ളൂ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ബൊറാസീൻ. ക്ലിയർ വിത്ത് ദിസ് വൺ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് +2-ലൊന്നും പഠിക്കാനില്ല, ഡിഗ്രി ലെവൽ ആകുമ്പോഴായിരിക്കും നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നത്. ഇവിടെ ദ ലിമിറ്റിംഗ് റേഡിയസ് റേഷ്യോ ബിറ്റ്വീൻ 0.414 to 0.732 ദ പോസിബിൾ കോർഡിനേഷൻ നമ്പർ ഈസ്. അതായത് റേഡിയസ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത് റേഡിയസ് ഓഫ് കാറ്റയോൺ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ആനിയോൺ ആണ്.
ആ റേഡിയസ് റേഷ്യോ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ എഴുതാം. ഇതിനകത്ത് 0.224 അല്ല 0.225 ആണ്, ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഇവിടെയും അത് കണക്ക് തന്നെ 0.225 ആണ്. ഓക്കെ, ഇനി ഇവിടെ ലെസ് ദാൻ 0.155 ഗ്രേറ്റർ ദാൻ 1, ഇത്രയുമാണ് നമുക്ക് വരുന്നത്. ഇതിൽ കോർഡിനേഷൻ നമ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെസ് ദാൻ 0.155 ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ നമുക്ക് വരുന്നത് 2 ആണ്. നമുക്കങ്ങനെ നോർമലി കോർഡിനേഷൻ നമ്പർ 2 പഠിക്കാനില്ല, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയത്തുമില്ല. 0.155 to 0.225 ഇടയ്ക്കാണ് നിങ്ങൾ റേഡിയസ് ഓഫ് കാറ്റോൺ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ആനിയോൺ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വരുന്ന കോർഡിനേഷൻ നമ്പർ 3 ആണ്. 0.225 to 0.414 അതല്ല നമുക്ക് തന്നേക്കുന്നത്, ആ റേഞ്ചിലാണ് നിങ്ങളുടെ റേഡിയസ് ഓഫ് കാറ്റോൺ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ആനിയോൺ കിടക്കുന്നതെങ്കിൽ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. ഇനി അടുത്തത് 0.414 to 0.732 ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6, ഇവിടെ 8, ഇവിടെ 12. അതായത് ഈ 12 എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിലും ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലും, അതായത് CCP HCP ഈ രണ്ടാളിലും വരുന്നതാണ് ഈ കോർഡിനേഷൻ നമ്പർ 12 എന്ന് പറയുന്നത്. അപ്പം CCPയുടെയും HCPയുടെയും റേഡിയസ് റേഷ്യോ എപ്പോഴും വരുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. പിന്നെ കോർഡിനേഷൻ നമ്പർ 8 എന്ന് പറയുന്നത് ക്യൂബിക് സ്ട്രക്ചറാണ്. അല്ല, ക്യൂബിക് മീൻസ് 8, അത് മീൻസ് സീഷ്യം ക്ലോറൈഡ് ഒക്കെ ഇല്ലേ, അവരുടെ കേസിലാണ് നോർമലി എന്ത് സ്ട്രക്ചർ വരുന്നത്, കോർഡിനേഷൻ നമ്പർ 8 എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നത്. ശരിയല്ലേ? നമ്മളതിനെ മറ്റേ ക്യൂബിക് സ്ട്രക്ചർ എന്നൊക്കെ വിളിക്കും. ഇവിടെ ക്യൂബിക്, ഇത് നമ്മുടെ ആറാമത്തെ ഏത് ഒക്ടാഹീഡ്രൽ, ഇത് ടെട്രാഹീഡ്രൽ, ഇത് ട്രയഗണൽ, ഇത് ലീനിയർ. ശരിയല്ലേ? ഇതാണ് നമ്മുടെ കോർഡിനേഷൻ നമ്പറും അതിൻ്റെ റേഡിയസ് റേഷ്യോയും. ഈ റേഡിയസ് റേഷ്യോ ഒന്ന് പഠിച്ചു വെച്ചോണേ, 8 പിന്നെ അത് മൊത്തം പഠിച്ചു വെച്ചാൽ കുഴപ്പമില്ല. ലെസ് ദാൻ 0.155 നമുക്കങ്ങനെ കോമൺലി കാണാറില്ല, കാരണം കോർഡിനേഷൻ നമ്പർ 2 നമ്മളങ്ങനെ പഠിക്കുന്നില്ല. ഓക്കെ, 0.414 to 0.732 റേഞ്ച് വരുന്നത് കോർഡിനേഷൻ നമ്പർ 6 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ പറഞ്ഞതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് പറയാതെ അതിൻ്റെ പോസിബിലിറ്റിയും കൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും ഒട്ടുമിക്ക നമ്മുടെ കെമിസ്ട്രി ബേസ്ഡ് എക്സാംസിലും ഇങ്ങനെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് കറക്റ്റ് ഏതാണ് റോങ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിക്കുന്ന ഒരു തിയറി ബേസ്ഡ് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: N2O ഈസ് എ ന്യൂട്രൽ ആസിഡ്, ന്യൂട്രൽ ഓക്സൈഡ്. നൈട്രജൻ്റെ ഓക്സൈഡാണ് N2O എന്ന് പറയുന്നത്. ഈ നൈട്രജൻ്റെ ഓക്സൈഡുകളിൽ 2 ഓക്സൈഡുകൾ മാത്രമേ ഉള്ളൂ ബേസിക്, ബാക്കിയുള്ള എല്ലാ ഓക്സൈഡുകളും അസിഡിക്കാണ്. ആ ബേസിക് ആയിട്ടുള്ള 2 ഓക്സൈഡുകൾ, ഒന്ന് N2Oയും രണ്ടാമത്തത് NOയുമാണ്. നൈട്രസ് ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡും. ഈ 2 ആൾക്കാരും മാത്രമേ ഉള്ളൂ ബേസിക് ആയിട്ട് ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാർ. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാവരും അസിഡിക്കാണ്. NO2 ആവട്ടെ, N2O5 ആവട്ടെ, N2O3 ആവട്ടെ, N2O7 ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇവരെല്ലാവരും അസിഡിക് ആയിട്ടുള്ള ഓക്സൈഡുകളാണ്. ഇവർ 2 പേരും മാത്രമേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള നൈട്രജൻ്റെ ഓക്സൈഡ്, ന്യൂട്രൽ ആയിട്ടുള്ള നൈട്രജൻ്റെ ഓക്സൈഡുകൾ. അപ്പോൾ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് N2O ഈസ് എ ന്യൂട്രൽ ഓക്സൈഡ് എന്നാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, ശരിയാണ്. ഇത് പകരം NO2 എന്നാണ് പറഞ്ഞതെങ്കിൽ അത് തെറ്റാണ്. കാരണം NO2 ഒരു അസിഡിക് ഓക്സൈഡാണ്. കാരണം അത് വെള്ളത്തിലിടുമ്പോൾ HNO3 എന്ന് പറയുന്ന ആസിഡാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം NO2 എന്ന് പറയുന്നത്, പിന്നെ അങ്ങോട്ട് വരുന്ന എല്ലാ ഓക്സൈഡുകളും നൈട്രജൻ ഓക്സൈഡുകളും അസിഡിക്കാണ്. ഇയാൾ മാത്രമേ ഉള്ളൂ ഇവർ 2 പേരും മാത്രമേ ഉള്ളൂ ന്യൂട്രൽ. ഓക്കെ, ഇനി രണ്ടാമത്തത് FeH2O 5 times NO2+ is responsible for the color in brown ring test for nitrates. ശരിയാണ്.
FeH2 5 ടൈംസ് NO2+ എന്ന് പറയുന്ന എന്താ കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് നമുക്ക് ആക്ച്വലി നൈട്രേറ്റിന് ടെസ്റ്റ് നടത്തുമ്പോൾ ബ്രൗൺ റിംഗ് ആയിട്ട് കിട്ടുന്നത് അല്ലേ. നമ്മൾ മറ്റേ സൾഫ്യൂരിക് ആസിഡൊക്കെ സൈഡ് ട്യൂബിലൂടെ ഒഴിക്കുന്ന സമയത്ത് ഒരു ബ്രൗൺ റിംഗ് ഫോം ചെയ്യും. പലർക്കും അത് കിട്ടാറില്ല. എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോഴത്തേക്ക് നമ്മൾ കുലുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അനക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റായിട്ട് അത് പൊട്ടിപ്പോവും. ചിലർക്ക് കിട്ടാറില്ല. അത് പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കുന്ന ഡ്രോപ്സ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കാത്തത് കൊണ്ടും നൈട്രജൻ ആ സൾഫ്യൂരിക് ആസിഡ് പ്രോപ്പറായിട്ട് ഒഴിക്കാത്തതുകൊണ്ട് ഒരു ഡ്രോപ്പ് ഒഴിക്കാം സൾഫ്യൂരിക് ആസിഡൊക്കെ, അല്ലെങ്കിൽ 2 ഡ്രോപ്പ് മാക്സിമം. നമ്മൾ ഒരുപാട് എടുത്ത് ഒഴിക്കും നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷെ കിട്ടില്ല. അപ്പം ഇവിടെ FeH2 5 ടൈംസ് NO2+ എന്ന് പറയുന്നത് നമ്മുടെ ബ്രൗൺ റിംഗ് ടെസ്റ്റിൽ കിട്ടുന്ന എന്താണ്, നമ്മുടെ കളറാണ്. ഓക്കെ, അപ്പോൾ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് NO ഈസ് ആൻ അസിഡിക് ആക്സൈഡ്. അത് തെറ്റാണ്. കാരണം NO എന്ന് പറയുന്നത് എന്താ ന്യൂട്രൽ ഓക്സൈഡ് ആണ്. സോ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് FeH2 5 ടൈംസ് NO3+. കണ്ടോ, ചെറിയൊരു വേരിയേഷൻ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് പ്രോപ്പറായിട്ട് ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സഹിതം പഠിച്ചു വെക്കാത്ത ഒരാൾക്ക് ഈ 2 ഓപ്ഷനും ഡെഫിനറ്റായിട്ടും കൺഫ്യൂഷൻ ആവും. കണ്ടോ, ഇത് 2+ഉം ഇത് 3+ഉം ആണ്. അതൊരിക്കലും പോസിബിൾ അല്ല. FeH2 5 ടൈംസ് NO3+ അല്ല, FeH2 5 ടൈംസ് NO2+ ആണ് പോസിബിൾ ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. സോ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ശരിയായിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ്. സോ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ബോത്ത് 3 and 4, only 3, only 4. ആൻസർ വരുന്നത് ബോത്ത് 1 and 2 എന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ നല്ലൊരു ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇനിയെങ്കിലും അറിഞ്ഞുകൂടെങ്കിൽ പഠിച്ചു വെക്കുക. നൈട്രജൻ ഓക്സൈഡുകളിൽ NOയും N2യും മാത്രമേ ഉള്ളൂ ന്യൂട്രൽ, ബാക്കി എല്ലാവരും അസിഡിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കളർ ഓഫ് KCl ക്രിസ്റ്റൽ വെൻ ഹീറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് പൊട്ടാസ്യം വേപ്പർ. അതായത് KClനെ നമ്മൾ ഏതിൻ്റെ പൊട്ടാസ്യം വേപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്നൊരു ഡിഫക്റ്റ് ആണ്. കാരണം ഈ ഡിഫക്റ്റ് വഴി ആ ക്രിസ്റ്റലിൻ്റെ കളർ വരും, ക്രിസ്റ്റലിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും. ആ ഒരു പ്രശ്നം വരുന്നത് ആ ക്രിസ്റ്റലിന് കുറച്ചും കൂടെ ഗുണമാണ്. ഇത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി ആണ്. അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് F സെൻറ്റേഴ്സ് ആണ്. F സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ട്രാപ്പ് ചെയ്തേക്കുന്ന സെൻറ്ററുകളെയാണ് നമ്മൾ ആനിയോൺ മാറി ആ സ്ഥാനത്ത് ആനിയോൺ മീൻസ് നെഗറ്റീവ് ചാർജുള്ള ആൾ, അയാൾക്ക് പകരം അയാളുടെ പൊസിഷനിൽ എന്തിനെ ട്രാപ്പ് ചെയ്യുന്നു, നമ്മുടെ ഇലക്ട്രോൺസിനെ ട്രാപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് F സെൻറ്റേഴ്സ്. ഈ ഇലക്ട്രോൺസുകളാണ് അവർക്ക് കളർ തരുന്നത്. അതിൽ 2 കളേഴ്സ് നമുക്ക് നോർമലി അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാടെണ്ണമൊന്നും ഇതേവരെ നമുക്ക് ചോദിച്ചിട്ടില്ല. 2 എണ്ണമാണ് നമുക്ക് മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് KClൻ്റെ കേസും രണ്ടാമത്തത് NaClൻ്റെ കേസും. NaCl ഇൻ പ്രസൻസ് ഓഫ് Na വേപ്പേഴ്സ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഫെമിലിയർ ആയിട്ട് വെച്ചേക്കുക. അപ്പം എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഇത് അടുത്ത എക്സാമിന് തന്നെ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, കാരണം ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പം KCl K വേപ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വയലറ്റ് കളറും NaCl ഇൻ പ്രസൻസ് ഓഫ് Na വേപ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് യെല്ലോ കളറും ആയിരിക്കും. ഇതിൽ ഈ യെല്ലോ കളറിൻ്റെ കേസ് നിങ്ങൾ +1 പഠിക്കും. +1 നിങ്ങൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ പഠിക്കാനില്ല. അപ്പം ആ സമയത്ത് പഠിക്കാനുണ്ട്. ഇപ്പം നമുക്കത് പഠിക്കാനുണ്ട്. സോളിഡ് സ്റ്റേറ്റ് നമുക്ക് ഒഴിവാക്കിയല്ലോ, ഇല്ല പഠിക്കാനില്ല. അപ്പം ആ സമയത്ത് നമ്മൾ പഠിച്ചായിരുന്നു ഈ NaCl Na വേപ്പേഴ്സിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളർ ഫോം ചെയ്യുമെന്ന്. പക്ഷേ KClൻ്റെ കേസ് പറയുന്നില്ല. KClന് വയലറ്റ് കളറാണ്. അപ്പം വയലറ്റും യെല്ലോയും ഈ രണ്ടും ഒന്ന് ഫെമിലിയർ ആക്കി വെച്ചേക്കും. അപ്പോൾ അങ്ങ് വെക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാടെണ്ണം ഉണ്ട്, പക്ഷേ ചോദിക്കുന്നത് ഇവർ 2 പേരും മാറി തിരിയും ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഫെമിലിയർ ആക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസ് ഇൻ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഈസ്. ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറാണ് അവർ ചോദിച്ചേക്കുന്നത്. അങ്ങനെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഒന്ന് തന്നെയാണോ? O2, O2-, O2, NO, CO എല്ലാവർക്കും അത് തന്നെയല്ലേ? അപ്പം കുഴപ്പമില്ല, നമുക്കത് ഓരോന്നായിട്ട് എഴുതാം. അപ്പം ആദ്യം O2 ഉണ്ട്, പിന്നെ O2- ഉണ്ട്, ഓക്കെ, പിന്നെ NO ഉണ്ട്, പിന്നെ CO ഉണ്ട്. ഓക്കെ, എന്ത് ചോദിച്ചേക്കുന്നത്? ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരാളെ തന്നിട്ട് ചുമ്മാ അങ്ങ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മളത് +1 പഠിക്കുന്നതാണ്. അതായത് കെമിക്കൽ ബോണ്ടിങ്ങിൽ, അതായത് ബോണ്ട് ഓർഡർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ അറിയാം. ബോണ്ട് ഓർഡർ കൂടുകയാണെങ്കിൽ ആ ആറ്റംസിനിടയ്ക്കുള്ള ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടും. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ആറ്റംസിനിടയ്ക്കുള്ള ബോണ്ടുകളുടെ എണ്ണമാണ് ആ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ബോണ്ട് ഓർഡർ കൂടുകയാണെങ്കിൽ അവർക്കിടയിലുള്ള ബോണ്ടിൻ്റെ കപ്പാസിറ്റി കൂടും, സ്ട്രെങ്ത് കൂടും. അങ്ങനെ സ്ട്രെങ്ത് കൂടിയ ഒരു ബോണ്ടിനെ പൊട്ടിക്കാൻ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. അപ്പം ആ പൊട്ടിക്കാൻ നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി.
അതായത് ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയും എന്ത് ചെയ്യും? കൂടും. സോ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയും കൂടും. ഓക്കെ, പിന്നെയും ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട് കേട്ടോ ബോണ്ട് ഓർഡർ. അതായത് ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കൂടും, ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും, ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ആംഗിൾ കൂടും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ബോണ്ട് ഓർഡറിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ബോണ്ട് ഓർഡറുമായിട്ട് കണക്ഷൻ വരുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടത് ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ്. അപ്പം നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജി അല്ല കണ്ടുപിടിക്കുന്നത്, ബോണ്ട് ഓർഡറാണ്. ഇതിൽ ആർക്കാണോ ബോണ്ട് ഓർഡർ കൂടുതൽ അയാൾക്ക് ബോണ്ട് ഡിസോസിയേഷൻ എനർജിയും കൂടുതലായിരിക്കും. അയാളായിരിക്കും ഏറ്റവും ബോണ്ട് ഡിസോസിയേഷൻ എനർജി വേണ്ട ആൾ. ഇൻക്രീസിംഗ് ഓർഡറാണ് പറഞ്ഞേക്കുന്നത്, അപ്പോൾ അയാൾ വേണം അവസാനം വരാൻ. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കും. ബോണ്ട് ഓർഡർ നമ്മൾ നോർമലി കണ്ടുപിടിക്കുന്നത് ഹാഫ് ഓഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. മറ്റേ സിഗ്മ 1 സിഗ്മ സ്റ്റാർ 1 സിഗ്മ 2 സിഗ്മ സ്റ്റാർ 2 ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ നോർമലി കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 10നും 18നും ഇടയ്ക്കാണെങ്കിൽ നമ്മളങ്ങനെ എഴുതി നോക്കണ്ട, നമുക്ക് വേറൊരു രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായിരിക്കും. 10 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 1 എഴുതാം, 10 ആണെങ്കിൽ 1 എഴുതാം. ഓക്കെ, ദെൻ 11 ആണെങ്കിൽ 1.5 എഴുതാം. ഓക്കെ, 12 ആണെങ്കിൽ 2 എഴുതാം. ഓക്കെ, 13 ആണെങ്കിൽ 2.5 എഴുതാം, 14 ആണെങ്കിൽ 3 എഴുതാം. ചിലപ്പോഴൊക്കെ ഇങ്ങനെയും പറയാറുണ്ട്, ആദ്യം 14ൻ്റെ പഠിച്ചു വെച്ചേക്കുക 3, പിന്നെ ഇവിടുന്ന് ഓരോന്ന് കുറയ്ക്കുമ്പോൾ ഇവിടുന്ന് 0.5 കുറയ്ക്കുക, ഓരോന്ന് കുറയ്ക്കുമ്പോൾ അതിൻ്റെ 0.5, അങ്ങനെയും പറയാറുണ്ട്. പക്ഷേ ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. 10 ആണെങ്കിൽ 1, പിന്നെ 1.5, 2, 2.5, 3, പിന്നെ അതിനുശേഷം വീണ്ടും കുറയുക. അതായത് 3 വരെ വന്നിട്ട് പിന്നെ ബാക്കിലോട്ട് പോവുക. അതായത് 2.5, 16 ആകുമ്പോഴത്തേക്ക് 2.5 കുറച്ച് വരിക, 17 ആകുമ്പോഴത്തേക്ക് 1.5, 18 ആകുമ്പോഴത്തേക്ക് 1. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അല്ലാതെ 14, 3 പിന്നെ ഓരോന്ന് കുറയ്ക്കണം 0.5. അവിടെ എവിടെയെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ 10 ആണെങ്കിൽ 1, അത് എളുപ്പമില്ലേ, 10 0 മാറ്റിട്ട് 1, പിന്നെ 1.5, 2, 2.5, 3, പിന്നെ 3 കഴിഞ്ഞാൽ പിന്നെ ആദ്യം 0.5 കൂട്ടണം 3 വരെ, പിന്നെ 0.5 കുറയ്ക്കണം 3 കഴിഞ്ഞിട്ട് 2.5, 2, 1.5, 1. ഓക്കെ, ഇനി ഇത് എന്തിൻ്റെ എണ്ണോ? ഇത് ഇലക്ട്രോണിൻ്റെ എണ്ണവും ഇത് ബോണ്ട് ഓർഡറും. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോൺസിൻ്റെ എണ്ണം ആദ്യം കണ്ടുപിടിക്കാം. O2 ഓക്സിജൻ 16 ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഓക്സിജൻ 8 ആണ്, 8 ഇരട്ടി 16, സോ 16 ഇലക്ട്രോൺ. O2 മൈനസ്, O2 16 ആണ്, മൈനസ് എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യണം, 17. NO നൈട്രജൻ 7 ആണ്, ഓക്സിജൻ 8 ആണ്, 7ഉം 8ഉം 15, 8ഉം 8ഉം 16 ആണ്, ഇപ്പോൾ 8ഉം 7ഉം 15. കാർബൺ 6 ആണ്, ഓക്സിജൻ 4 ആണ്, 8ഉം 6ഉം 14 അല്ലേ. കാർബൺ ഇലക്ട്രോണിൻ്റെ എണ്ണം 6ഉം ഓക്സിജൻ്റെ 8ഉം ആണ്, 8ഉം 6ഉം 14. നൈട്രജൻ്റെ 7ഉം ഓക്സിജൻ്റെ 8ഉം, 8ഉം 7ഉം 15. കൂട്ടിയെടുത്താൽ മതി. പ്ലസ്സോ മൈനസോ വരുമ്പോൾ പ്ലസ് ആണെങ്കിൽ അത്ര എണ്ണത്തിനെ കളയുക, മൈനസ് ആണെങ്കിൽ അത്ര എണ്ണത്തിനെ ആഡ് ചെയ്യുക. ഇനി ബോണ്ട് ഓർഡർ നോക്കാം. 16ൻ്റെ ബോണ്ട് ഓർഡർ 2, 17ൻ്റെ ബോണ്ട് ഓർഡർ 1.5, 15ൻ്റെ ബോണ്ട് ഓർഡർ 2.5, ദെൻ 14ൻ്റെ ബോണ്ട് ഓർഡർ 3. അപ്പോൾ ഏറ്റവും ബോണ്ട് ഓർഡർ കൂടിയാൽ CO അവസാനം വരുന്ന ഓപ്ഷൻ നോക്കുക. ഇവിടെ NO ആണ്, ഇവിടെ O2 ആണ് അവസാനം വന്നിരിക്കുന്നത്. അപ്പോൾ BU അല്ല DU അല്ല, ഇവിടെ CO ആണ് അവസാനം വന്നിരിക്കുന്നത്, ഇവിടെയും CO ആണ്. ഓക്കെ, CO. അതിനുശേഷം പിന്നെ വാല്യൂ 2.5 NO. ഓക്കെ, NO രണ്ടുപേർക്ക് NO ആണ്. അതിനുശേഷം O2 ആണ് വരുന്നത്, O2. അതിനുശേഷം ഇവിടെ O2 മൈനസ് എന്നാണ് കൊടുത്തേക്കുന്നത്, ഇവിടെയാണ് O2 മാത്രം വന്നിരിക്കുന്നത്, പിന്നെയാണ് O2 മൈനസ് വന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ലെവലൊന്നും ഇല്ല കേട്ടോ ഇതിന്. അതായത് നിങ്ങൾ ഏത് എക്സാം നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം നിങ്ങളുടെ +2 ലെവൽ എക്സാം നോക്കിക്കഴിഞ്ഞാലും, ഡിഗ്രി ലെവൽ എക്സാം നോക്കിക്കഴിഞ്ഞാലും, PG ലെവൽ എക്സാം നോക്കിക്കഴിഞ്ഞാലും, നെറ്റിൻ്റെ ആവട്ടെ ഗേറ്റിൻ്റെ ആവട്ടെ ഏത് എക്സാമിനും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ ബോണ്ട് ഓർഡർ. അതുകൊണ്ട് അതിനങ്ങനെ പ്രായഭേദമന്യേ ഇല്ലാതെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ബോണ്ട് ഓർഡർ. അപ്പോൾ അതുകൊണ്ട് അത് എളുപ്പമാണെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് കളയരുത്. ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ എളുപ്പമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ആൻസർ ചെയ്യാൻ ഏറ്റവും പാട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫെമിലിയർ ആയിട്ടിരിക്കുക കാര്യങ്ങളല്ല. അത് വലിയ കാര്യമൊന്നുമില്ല, കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഫെമിലിയർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. ദ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് എമംഗ് ദ ഫോളോയിങ് ഈസ്. ഇതിലേതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആസിഡ് എന്നാണ്. അപ്പം ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് H+ കളയുന്ന ആളെയാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്. H+ ശേഷം കിട്ടുന്ന സ്ട്രക്ചർ ആർക്കാണോ കൂടുതൽ സ്റ്റേബിൾ അയാളായിരിക്കും സ്ട്രോങ്ങസ്റ്റ് ആസിഡ് അല്ലേ. H+ കളയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു
ഇതുണ്ടല്ലോ, അതായത് എച്ച് പ്ലസിനെ കളഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു സ്ട്രക്ചർ, അതിനൊരു നെഗറ്റീവ് ചാർജൊക്കെ കാണും. ആ നെഗറ്റീവ് ചാർജിനെ ആർക്കാണോ കൂടുതൽ സ്റ്റേബിൾ ആക്കാൻ പറ്റുന്നത് അയാളായിരിക്കും സ്ട്രോങ്ങസ്റ്റ് ആസിഡ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ HCl പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ClO മൈനസ്, ഇവിടെ ClO2 മൈനസ് അല്ലേ, അടുത്തത് ClO3 മൈനസ്, ClO4 മൈനസ്. ഓക്കെ, മൈനസ് ചാർജ് വരുന്നത് നമ്മുടെ ക്ലോറിൻ്റെ കയ്യിലാണ്. പിന്നെ ഓക്സിജൻ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പം 4 ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം, ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം, ക്ലോറിൻ്റെ എല്ലാവർക്കും ക്ലോറിനാണ്. അപ്പോൾ എല്ലാവരുടെയും ഇലക്ട്രോൺ ഇരിക്കുന്ന ക്ലോറിൻ്റെ കയ്യിലാണ്. ഇവിടെ ഒരു ഓക്സിജൻ ക്ലോറിൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണെ പിടിക്കുന്നു, ഇവിടെ 2 പേര് പിടിക്കുന്നു, 3 പേര് പിടിക്കുന്നു, 4 പേര് പിടിക്കുന്നു. ഏതിലായിരിക്കും കൂടുതൽ ഇലക്ട്രോണിനെ കൊണ്ടുപോകാൻ പറ്റുന്നത്? ClO4 മൈനസ്, കാരണം അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചാർജിനെ 4 ഓക്സിജൻ പിടിക്കുന്നുണ്ട്. ഇവിടെ 3 ഓക്സിജൻ, 2 ഓക്സിജൻ, 1 ഓക്സിജൻ. ആൻസർ വരുന്നത് HClO4. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആസിഡാണ് HClO4. ഓക്കെ, ക്ലിയർ? സൾഫ്യൂരിക് ആസിഡിനെ കാട്ടിയും സ്ട്രോങ്ങസ്റ്റ് ആസിഡാണ്. അപ്പോൾ ആൻസർ എന്ന് മാർക്ക് ചെയ്തേക്കാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. ഇതെനിക്ക് തെറ്റാണോ ശരിയാണോ എന്ന് പറഞ്ഞാൽ മതി, പിന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ റീസൺ. ഇനി എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊരു ഒരു നഷ്ടം വരരുത് വീഡിയോയിൽ. അതായത് നിങ്ങൾ ഇനി എവിടെ നിങ്ങളിത് കണ്ടാലും നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റണം. ഇതിനെ ബേസ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഒന്ന് എക്സ്പ്ലെയിനും കൂടെ ചെയ്ത് പറയുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതാണ് ഇത് തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് പറഞ്ഞ് പോയാൽ മതി. അത് നമ്മൾ ഒഴിവാക്കുന്നത് അതുകൊണ്ടാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടും, എവിടെയെങ്കിലും. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് എക്സ്പ്ലനേഷനും കൂടെ തരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോളാം. F2 ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. F2O ഹാസ് ഹയർ ബോണ്ട് ആംഗിൾ ദാൻ Cl2. F2Oയ്ക്ക് Cl2O കാട്ടിയും ഹയർ ബോണ്ട് ആംഗിൾ ആണ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് HCF4 ഹാസ് ടെട്രാഹീഡ്രൽ ജോമെട്രി. Cn മൈനസ് ഈസ് സ്യൂഡോ ഹാലജൻ. Cl2 ഹാസ് ഹയർ ബോണ്ട് ആംഗിൾ ദാൻ F2O. ഓക്കെ, എന്തായാലും നമുക്കപ്പം ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ആദ്യം ഫസ്റ്റ് തന്നിരിക്കുന്നത് അത് 2 തന്നിട്ടുണ്ട് അല്ലേ? ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ ഇതിൽ ഏതോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. F2 ഹാസ് ഹയർ ബോണ്ട് ആംഗിൾ ദാൻ Cl2. Cl2 ഹാസ് ഹയർ ബോണ്ട് ആംഗിൾ ദാൻ F2. ഒരു കോമൺ സെൻസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്ന സെൻട്രലായിട്ട് ഓക്സിജനാണ്. ആദ്യത്തെ കേസിൽ 2 ക്ലോറിൻ, രണ്ടാമത്തെ കേസിൽ 2 ഫ്ലൂറിൻ. ഫ്ലൂറിനാണോ ക്ലോറിനാണോ ഇലക്ട്രോ നെഗറ്റീവ്? ഡെഫിനറ്റ് ആയിട്ട് ഫ്ലൂറിൻ അല്ലേ? ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം എന്ന് പറഞ്ഞാൽ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണെ തൻ്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിൻ്റെ കഴിവ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന്. അപ്പോൾ ഫ്ലൂറിൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് അത് ഷെയർ ചെയ്തേക്ക് ഇലക്ട്രോണെ തൻ്റെ അടുത്തോട്ട് പിടിച്ചു വെക്കും. അതുവഴി ബോണ്ട് ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. ബോണ്ട് ലെങ്ത് കൂടും, ബോണ്ട് വീക്കാവും. അപ്പോൾ ബോണ്ട് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് ആംഗിൾ കുറവായിരിക്കും. അപ്പം Cl2ൻ്റെ കേസിൽ ഫ്ലൂറിനെക്കാട്ടി ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായതുകൊണ്ട് അത്ര കാര്യമായിട്ട് പിടിക്കില്ല. അപ്പോൾ അവർക്ക് എന്തായിരിക്കും? ബോണ്ട് ആംഗിൾ കൂടുതലായിരിക്കും. അപ്പം F2-നല്ല ബോണ്ട് ആംഗിൾ കൂടുതൽ. F2 എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി 103 ഒക്കെ വരും. കാരണം ഇത് വി ഷേപ്പാണ്. 103 മറ്റേ 107 ആ റേഞ്ചിലാണ് വരുന്നത്. ആരുടെയാ? Cl2 ഓർഡർ. അപ്പം ആൻസർ കറക്റ്റായിട്ട് വരുന്നത് Cl2 ഹാസ് ഹയർ ബോണ്ട് ആംഗിൾ ദാൻ F2 ആണ്. ഇതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പം 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അങ്ങനെ വരുന്ന ഒരേ ഒരു ഓപ്ഷനെ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ? only 1, only 2, only 1 and 2. എന്തായാലും 1 തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞല്ലോ. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ഡെഫിനറ്റ്ലി. അപ്പം ആൻസർ വരുന്നത് ഡി ആണ്. അപ്പം ആൻസറിനെ തീരുമാനിക്കുന്നത് ഈ 2 ഓപ്ഷനാണ്. ഇതിൽ ഏതാണെന്ന് അറിയാമെങ്കിൽ ബാക്കിയുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് കൂടി നോക്കണ്ട, ആൻസർ കിട്ടും. ബാക്കി ഇത് ചെക്ക് ചെയ്ത് നോക്കിയാലോ. HCF4 ഹാസ് ടെട്രാഹീഡ്രൽ ജോമെട്രി. ഓക്കെ, HCF4 എങ്ങനെ ജോമെട്രി കണ്ടുപിടിക്കുന്ന? ലോൺ പെയറും ബോൺ പെയറും കണ്ടുപിടിക്കുക. ഓക്കെ, സെനോൺ എന്ന് പറയുന്നത് 18ാമത്തെ ഗ്രൂപ്പാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? സെനോൺ നോബിൾ ഗ്യാസ് ആണ്. 18ാമത്തെ ഗ്രൂപ്പാണ്. എത്ര ഫ്ലൂറിൻ വരുന്നുണ്ട്? 4 ഫ്ലൂറിൻ. ഓരോ ഫ്ലൂറിനും ഓരോ ഇലക്ട്രോൺ മതി. സോ ഫ്ലൂറിൻ, 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 ഫ്ലൂറിൻ. ഓരോ ഓക്സിജൻ ആണെങ്കിൽ 2 ഇലക്ട്രോൺ, നൈട്രജൻ ആണെങ്കിൽ 3 ഇലക്ട്രോൺ. ബാക്കി എല്ലാവർക്കും ഓരോ ഇലക്ട്രോൺ വീതം കൊടുത്താൽ മതി. അപ്പം 4 ഫ്ലൂറിൻ വന്ന് 4 ഇലക്ട്രോണിനെ കൊണ്ടുപോയി. അപ്പോൾ എത്ര ബോണ്ട് പെയർ? 4 ബോണ്ട് പെയർ. 4 ബോണ്ട് ഫോം ചെയ്തു. ബാക്കി 4 ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് നിൽക്കുക. ഈ 4 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 2 പെയറാണ്, അതായത് 2 ലോൺ പെയർ. 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും. ടോട്ടൽ 6 പേര്. ടോട്ടൽ 6 പേര് വരുമ്പോൾ അത് ബോണ്ട് പെയറും ലോൺ പെയറും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ജോമെട്രി പറയുന്നത്. ടോട്ടൽ 6 പേര് വരുമ്പോൾ ജോമെട്രി എന്തല്ല? ടെട്രാഹീഡ്രൽ അല്ല, ഒക്ടാഹീഡ്രൽ ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആക്ച്വലി ഇവിടുത്തെ ജോമെട്രി ഒക്ടാഹീഡ്രലും
ഇവിടുത്തെ ഷേപ്പ് വരുന്നത്, ഷേപ്പ് എന്ന് പറയുമ്പോൾ 4 ബോൺ പെയറും 2 ലോൺ പെയറും, ഷേപ്പ് വരുന്നത് സ്ക്വയർ പ്ലാനാറാണ്. സ്ക്വയർ പ്ലാനാർ. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം എന്താ, XCF4 ടെട്രാഹീഡ്രൽ ജോമെട്രി അല്ല, ഒക്ടാഹീഡ്രൽ ജോമെട്രി ആണ്. ഓക്കെ, ഇനി CN- ഈസ് എ സ്യൂഡോ ഹാലജൻ. അത് ശരിയാണ്. എന്താ സ്യൂഡോ ഹാലജൻ? ഹാലജൻ ലൈക്ക് പ്രോപ്പർട്ടീസ് വരുന്ന എന്താ പോളി അറ്റോമിക് ആൾക്കാർ, അവരെയാണ് നമ്മൾ സ്യൂഡോ ഹാലജൻസ് എന്ന് വിളിക്കുന്നത്. ഹാലജൻ ലൈക്ക് പ്രോപ്പർട്ടീസ് വരുന്ന ഹാലജൻ അല്ലാത്ത ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഉള്ള കോമ്പൗണ്ടുകൾ, ഈ SCN-, CN-, ഇതൊക്കെ സ്യൂഡോ ഹാലജൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബോത്ത് 3 and 4. പക്ഷെ അത് നോക്കണ്ട, ഈ ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കയ്യിൽ കിട്ടും. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ആദ്യം ശരിയാണോ നോക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഓപ്ഷൻസ് കൗണ്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട ഓപ്ഷനെല്ലാം ഒഴിവാക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുന്നെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ബാക്കിയുള്ള ഓപ്ഷൻസിലൂടെ പോയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. ദ ജോമെട്രിക്കൽ ഷേപ്പ് ഓഫ് ടെട്രാസയാനോ നിക്കലേറ്റ് 2 അയോൺ. അപ്പം എന്താ പറഞ്ഞത്? ടെട്രാസയാനോ നിക്കലേറ്റ് ടെട്രാസയാനോ CN4 ടെട്രാസയാനോ നിക്കലേറ്റ് 2 അയോൺ. നിക്കലേറ്റ് 80 വെച്ചിട്ടാണ് എൻഡ് ചെയ്തേക്കുന്നത്. അപ്പം മൈനസ് ചാർജ് ആണ് വന്നേക്കുന്നത്. നിക്കലേറ്റ് 2 അയോൺ. അപ്പം നിക്കലിന് എന്താ 2+ ആണ് വരേണ്ടത്. നിക്കലിന് 2+. അപ്പോൾ 2+ വരണമെങ്കിൽ NaCN4 2- വരണം. എങ്കിൽ നിക്കലിന് 2+ വരത്തുള്ളൂ. ശരിയല്ലേ? കാരണം CN ചാർജ് -2 ആണ്. അത് എന്താ 2 വരണമെങ്കിൽ മുകളിൽ -2 വന്നേ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കോർഡിനേഷൻ നമ്പർ 4 ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ഷേപ്പാണ് വരുന്നത്. ഒന്ന് sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ സ്ക്വയർ പ്ലാനാറും, അല്ലേ? സ്ക്വയർ പ്ലാനാറും. dsp2 ഹൈബ്രിഡൈസേഷൻ ആണ്, എന്താ പറയുന്നത്, sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ടെട്രാഹീഡ്രലും, dsp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ സ്ക്വയർ പ്ലാനാറും. ഇതാണ് എന്താ അവരുടെ ഷേപ്പ് എന്ന് പറയുന്നത്. മറ്റേത് കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ sp3 d2 d2 sp3 രണ്ട് എന്താ പറയേണ്ടത് ഹൈബ്രിഡൈസേഷൻസ് ഉണ്ട്. ഈ 2 ഹൈബ്രിഡൈസേഷൻ ഒരു ഷേപ്പ് തന്നെ, ഏതാ? ഒക്ടാഹീഡ്രൽ. പക്ഷേ ഇവിടെ മാത്രമാണ് നമുക്ക് 2 ഷേപ്പ് വരുന്നത്. അതുകൊണ്ട് ആ 2 ഷേപ്പിൽ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണം. ഇവിടെ നിക്കലാണ്. നിക്കൽ അറ്റോമിക് നമ്പർ 28 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ AR 4s2 3D ഇങ്ങനെയാണ് വരുന്നത്. 3D 8, AR 18, 18 2 20, ബാക്കി ഡിയിൽ 2+ എന്ന് പറയുമ്പോൾ SC 2 പോയി, ബാക്കി ഡിയിൽ 8 എണ്ണം. ഡിയിൽ 8 എണ്ണം ഞാൻ വരയ്ക്കുന്നു. 1 2 3 4 5 പെട്ടിയാണ് ഡിയിൽ. അവിടെ ഞാൻ 8 എണ്ണം കൊടുക്കാൻ പോകും. ഓക്കെ, 1 2 3 4 5 ഹൺസ് റൂള് 6 7 8. ഓക്കെ, 8 എണ്ണം കൊടുത്തു. ഇനി ഇത് 3D ഓർബിറ്റിലാണ്. പിന്നെ തൊട്ടടുത്ത് വരുന്ന ഓർബിറ്റിൽ 4s 4p 4d. 4s 1 പെട്ടി, 4p 3 പെട്ടി, 4d 5 പെട്ടി. ഓക്കെ, ഇനി CN എന്ന് പറയുന്ന ലിഗാൻഡ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ത് ചെയ്യും? പെയർ ചെയ്യും. അപ്പോൾ എന്താ ഇവിടെ 2 പേർ ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്. അതുകൊണ്ട് അവരെ പെയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ പെയർ ആവും. പെയർ ആകുമ്പോൾ ഇവിടെ ഒരു ഓർബിറ്റിൽ ഫ്രീ ആവും. അതായത് ഒരു ഓർബിറ്റിൽ ഫ്രീ ആയി. ആ ഓർബിറ്റിൽ D ആണ്. മൊത്തം 4 പേരാണ് വരുന്നത്. അപ്പം 4 ഓർബിറ്റൽസ് ആണ് ഫ്രീ ആക്കി ഇടേണ്ടത്. ഒരെണ്ണം D ഫ്രീ ആവും 1, ഇതൊരെണ്ണം ഫ്രീ ആവും 2 3 4. അപ്പം ഒരു ഡിയും ഒരു എസും 2 പിയും. ഏതാ ഹൈബ്രിഡൈസേഷൻ? dsp2. അങ്ങനെയാണെങ്കിൽ ഷേപ്പ് വരുന്നത് സ്ക്വയർ പ്ലാനാർ. ആൻസർ വരുന്നത് സ്ക്വയർ പ്ലാനാർ. ഇത് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് +2 കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ അതേ തിയറി തന്നെ. പിന്നെ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ അതിനകത്ത് എന്താ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി സ്ട്രോങ് ഫീൽഡ് വീക്ക് ഫീൽഡൊക്കെ കണ്ടുപിടിച്ച് ജോൺടെല്ല ഡിസ്റ്റോർഷനൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ ഷേപ്പുകളെ പറ്റി സംസാരിക്കുന്നത്. ശരിയല്ലേ? പക്ഷേ ഇവിടെ നിങ്ങളിപ്പം ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കിയിട്ട് ചെയ്യും. ആദ്യം +2 അറിഞ്ഞുകൂടെങ്കിൽ ഫസ്റ്റ് +2 ടെക്സ്റ്റിൽ ആദ്യം അവർ പറഞ്ഞേക്കുന്ന കൺസെപ്റ്റ് നോക്കുക. അതിനുശേഷം ഡിഗ്രിയിലോട്ടും പിന്നെ അതിനുശേഷം PGയിലോട്ടും പോകും. ഓക്കെ, ക്ലിയർ? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ C ആണ്. C ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ദ ഇലക്ട്രോജെനിക് ആക്ടിവിറ്റി ഓഫ് Na+K+ പമ്പ് ഈസ് ഡ്യൂ ടു. Na+K+ പമ്പിൻ്റെ ഈ ഇലക്ട്രോജെനിക് ആക്ടിവിറ്റി, ഇങ്ങനൊരു ആക്ടിവിറ്റി നടക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത് അറിയാമല്ലോ. സോഡിയത്തിൻ്റെയും പൊട്ടാസ്യം അയോൺസിൻ്റെയും ട്രാൻസ്ഫർ സെല്ലിനിടയ്ക്ക് നടക്കുന്ന പമ്പാണ്. ഇവിടെ നമ്മൾ 3 Na+ ആണ് പുറത്തോട്ട് പോകുന്നത്.
3Na+ പുറത്തോട്ട് പോകുമ്പോൾ 2K+ അകത്തോട്ട് കയറും, ശരിയല്ലേ? 3Na+ ഔട്ട്സൈഡോട്ട് പോകുമ്പോൾ 2K+ ഇൻസൈഡ് കയറും. ഇതാണ് നോർമലി എവിടെ നടക്കുന്നത്, സോഡിയം പൊട്ടാസ്യം പമ്പിൽ നടക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. 3Na+ പുറത്തോട്ട് പോകുമ്പോൾ 2K+ അകത്തോട്ട് കയറും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 3Na പോകുമ്പോൾ 2 പേരെ തിരിച്ചു വരുന്നുള്ളൂ. അതായത് 3+ പോകുമ്പോൾ 2+ തിരിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 3+ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 3- കൂടുതലായിട്ട് തോന്നില്ലേ? എടാ ന്യൂട്രൽ ആണല്ലോ. അപ്പം 3+ ചാർജ് പോകുമ്പോൾ 3- ചാർജ് കൂടത്തില്ലേ? ഇപ്പം ഒരു 1 2 3 4 5 6 7 8 8 പ്ലസും 3 4 5 6 7 8 8 മൈനസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ നിന്നാ ഒരു 3+ പോയി. അപ്പോൾ ബാക്കി എത്ര പ്ലസ്? 1 2 3 4 5 1 2 3 4 5 പിന്നെ ബാക്കി ഒരു 3- അധികമായിട്ട് തോന്നും. കാരണം അതിന് പ്ലസ് ഇല്ല ബാലൻസ് ആവാൻ. അപ്പം അവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും, ശരിയല്ലേ? എന്നാൽ തിരിച്ച് 2K+ കയറുന്നുള്ളൂ. അപ്പോഴും ഈ മൈനസ് ചാർജ് ബാലൻസ് ആവുന്നില്ല, കാരണം ഒരു മൈനസ് ചാർജ് അപ്പോഴും എക്സ്ട്രാ വരുന്നു. അപ്പം ഈ ഇലക്ട്രോജനിക് ആക്ടിവിറ്റി ഓഫ് Na+K+ പമ്പ് ഈസ് ഡ്യൂ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ സെൽ. സെല്ലിനകത്ത് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം 3Na+ പുറത്തോട്ട് പോകുമ്പോൾ 2K+ അകത്തോട്ട് കയറുന്നുള്ളൂ. അപ്പോൾ അവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് ഈ സോഡിയം പൊട്ടാസ്യം പമ്പിൻ്റെ ഈ ഇലക്ട്രോജനിക് ആക്ടിവിറ്റിക്ക് കാരണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എ ആണ്, ഓപ്ഷൻ. ക്ലിയർ? മൂവിങ്. ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ കാർബോക്സിപെപ്റ്റിഡേസ് എ. കാർബോക്സിപെപ്റ്റിഡേസ് എ എന്ന് പറയുന്ന ഇതൊരു ബയോ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഈ കോമ്പൗണ്ടിൽ പ്രസൻ്റ് ആയിരിക്കുന്നത് ഇതൊരു മെറ്റൽ കാർബൺ ബോണ്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയേണ്ട, നമ്മുടെ എന്താ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ബയോളജിക്കൽ സിസ്റ്റത്തിൽ കാണപ്പെടുന്ന ഒരു എൻസൈം അല്ലെങ്കിൽ ഒരു കാറ്റലിക് ആക്ടിവിറ്റി കാണിക്കുന്ന ആളാണ് കാർബോക്സിപെപ്റ്റിഡേസ് എ. ഇവിടെ കാണപ്പെടുന്ന എൻസൈം എന്ന് പറയുന്നത് മിക്ക എൻസൈംസിലും മിക്ക ഈ എന്താ മെറ്റൽസും പഠിച്ചു വെച്ചേക്കാം ആളിൽ കാണപ്പെടുന്ന കാർബോക്സിപെപ്റ്റിഡേസ് എയിൽ കാണപ്പെടുന്ന സിങ്ക് ആണ്. കാർബോക്സിപെപ്റ്റിഡേസ് മാത്രമല്ല, എന്താ കാർബോണിക് അൺഹൈഡ്രേറ്റ്സ് ഇതിലെല്ലാം കാണപ്പെടുന്ന ആര് തന്നെ? നമ്മുടെ സിങ്ക് തന്നെ. പിന്നെ കൊബാൾട്ട്, അത് നമ്മുടെ വിറ്റാമിൻ B12 ഇല്ലേ, വൈറ്റമിൻ B12, അതിനകത്ത് കാണപ്പെടുന്നത് കൊബാൾട്ടാണ്. പിന്നെ അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ ഒട്ടുമിക്കതിനകത്തും കാണുന്നത് അയണാണ്. അപ്പം ഓരോ മെറ്റലും, പിന്നെ നിക്കൽ, യൂറിയസിലൊക്കെ കാണുന്ന നിക്കലാണ്. അങ്ങനെ ഒരുപാട് മെറ്റൽസും അതിൻ്റെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫെമിലിയർ ആയിരിക്കണം. എന്താണെന്നൊന്ന് ഫെമിലിയർ ആക്കി വെച്ചേക്കണം, കാരണം അതൊരു സ്ഥിരം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് ഫെമിലിയർ ആക്കി വെച്ചേക്കാം. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. കാർബോക്സിപെപ്റ്റിഡേസ് എയിൽ കാണപ്പെടുന്ന സിങ്ക് എന്ന് പറയുന്ന എന്താ മെറ്റലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ ഇൻ ഹീമോഗ്ലോബിൻ വെൻ ഓക്സിജൻ ഈസ് നോട്ട് ബൗണ്ട്? ഹീമോഗ്ലോബിനകത്ത് ഓക്സിജൻ ബൗണ്ട് ചെയ്തിട്ടില്ല. ആ സമയത്ത് നമ്മുടെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ആ സമയത്ത് അയൺ എന്ന് പറയുന്ന ഹൈ സ്പിൻ സ്റ്റേറ്റിലായിരിക്കും. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആയിരിക്കും, 2+. എന്നാൽ ഓക്സിജനെ ബൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോ സ്പിൻ സ്റ്റേറ്റിലോട്ട് വരും. ആ സമയത്ത് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയിരിക്കും. ഓക്കെ, ഹൈ സ്പിന്നും ലോ സ്പിന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പം ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ ഇൻ ഹീമോഗ്ലോബിൻ വെൻ ഓക്സിജൻ ഈസ് നോട്ട് ബൗണ്ട്, ഓക്സിജൻ ബൗണ്ട് ചെയ്യാത്ത സമയത്ത് ഹീമോഗ്ലോബിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിരിക്കും. ഓപ്ഷൻ +2. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ കറക്റ്റ് അബൌട്ട് ക്രോൾ പ്രോസസ്? ഇതൊരു എന്താ പറയണ്ട, ഒരു കേൾക്കാത്തൊരു പ്രോസസ്സാണ് ക്രോൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു PG ലെവൽ ടോപ്പിക്കാണ് ക്രോൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അധികം ആരും കേൾക്കാൻ ചാൻസ് ഇല്ലാത്ത, നമ്മൾ മനഃപൂർവ്വം എഴുതരുതെന്ന് പറഞ്ഞ് ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതിനെ നോക്കിയപ്പോഴേക്കും ക്രോൾ പ്രോസസ്സിൽ ഇറ്റ് ഈസ് എ പൈറോ മെറ്റലർജിക്കൽ പ്രോസസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് മെറ്റാലിക് ടൈറ്റാനിയം ഫ്രം ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടൈറ്റാനിയം ടെട്രാക്ലോറൈഡിൽ നിന്നും ടൈറ്റാനിയം മെറ്റൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പൈറോ മെറ്റലർജിക്കൽ പ്രോസസ്സാണ് ക്രോൾ പ്രോസസ്സ്. കേൾക്കാൻ ചാൻസ് ഉള്ളവരുണ്ട് അനലിറ്റിക്കൽ പഠിച്ചവർ. നെക്സ്റ്റ്, ദ പ്രോസസ് ഈസ് ഇൻവെൻറ്റഡ് ബൈ വില്യം ജെ ക്രോൾ. അതെല്ലാവർക്കും ശരിയായിട്ട് തോന്നുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ ക്രോൾ പ്രോസസ് ലിക്വിഡ് മഗ്നീഷ്യം ഈസ് എംപ്ലോയിഡ്. അതും ശരിയാണ്. സോ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ആൻസർ ഓൾ ഓഫ് ദി അബോവ് ആണ് നമുക്ക് വരുന്നത്. മഗ്നീഷ്യം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മെറ്റാലിക് ടൈറ്റാനിയത്തെ ടൈറ്റാനിയം ടെട്രാക്ലോറൈഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് വില്യം ജെ ക്രോൾ എന്ന് പറയുന്ന ആളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ്. ക്ലിയർ?
അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക, വേറെ എവിടെയെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് നിക്കൽ? നിക്കലിൻ്റെ പ്യൂരിഫിക്കേഷനിൽ ഇതിലേത് പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നിക്കലിൻ്റെ പ്യൂരിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് മോൺസ് പ്രോസസ്സാണ്. നിക്കൽ കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് നിക്കൽ ടെട്രാ കാർബണൈൽ ഉണ്ടാവുന്നു. നമ്മൾ പഠിക്കുന്ന പ്രോസസ്സാണ്, +2 തന്നെ പഠിക്കുന്ന പ്രോസസ്സാണ്. നിക്കലിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മോൺസ് പ്രോസസ്സാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ. പിന്നെ ഈ വാനാർക്കൽ പ്രോസസ്സ് ഉണ്ടല്ലോ, മറ്റേ സിർക്കോണിയം പോലുള്ള ആൾക്കാർ, സിർക്കോണിയം ഹാഫ്നിയം പോലുള്ള ആൾക്കാരെയൊക്കെ പ്യൂരിഫൈ ചെയ്യാനാണ് നമ്മൾ വനാർക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. വനാർക്കൽ ഡി ബോർ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ആൻസർ ഓപ്ഷൻ സി ആണ്. അത് മെറ്റലർജിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ക്വസ്റ്റ്യനാണ്. അടുത്തടുത്ത 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ചീലേറ്റിംഗ് ഏജൻറ്റ് യൂസ്ഡ് ഇൻ അയൺ ടോക്സിസിറ്റി ഈസ്? അയൺ ടോക്സിസിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചീലേറ്റിംഗ് ഏജൻറ്റ് ഏതാണ്? മിക്കവരും നമുക്ക് ചീലേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ എത്തിലീൻ ഡയമൈൻ ടെട്രാ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ EDT ആയിരിക്കും മനസ്സിൽ വരുന്നത്. EDT മാത്രമല്ല ചീലേറ്റിംഗ് ലിഗാൻഡ്സ് ഒത്തിരി എണ്ണം ഉണ്ട്. ഇവിടെ അയൺ ടോക്സിസിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറയുന്നത് ഡിഫെറോക്സമിനാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫെറോക്സമിൻ. അതാണ് ഫുൾ നെയിം എന്നാണ്. ഡിഫെറോക്സമിൻ എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത് എനിക്കും അറിയില്ലായിരുന്നു, നമ്മളത് നോക്കി കണ്ടുപിടിച്ചതാണ്. അയണിൻ്റെ ടോക്സിസിറ്റിക്ക് യൂസ് ചെയ്യുന്ന ചീലേറ്റിംഗ് ഏജൻറ്റ് ഡിഫെറോക്സമിനാണ്. പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ്, ദ CFC ഓഫ് FeH2 6x3+ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ്. അതെല്ലാം DQയിലാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് FeH2 6x3+ൽ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് Fe പ്ലസ് എത്ര H2 ഉണ്ട്? 6H2 +3. ഇതാണ് നമുക്ക് വന്നേക്കുന്നത്. ഇതിനകത്ത് H2 എന്ന് പറയുന്ന ന്യൂട്രൽ ലിഗാൻഡാണ്. അപ്പോൾ H2 നമുക്ക് ഒഴിവാക്കാം. അപ്പം Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +3 ആണ് Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി ഞാൻ Fe പറ്റി എഴുതുന്നു. Fe അറ്റോമിക് നമ്പർ 26 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ AR, ദെൻ 4s2. AR 4s2 അപ്പോൾ 20 ആയി. ബാക്കി 3D 26 ഉണ്ട്, 3D6. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഞാൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അപ്ലൈ ചെയ്യുന്നു. Fe3+. Fe3+ എനിക്ക് കിട്ടുന്നത് AR 3 എണ്ണം പോകണം. സോ 4s നിന്ന് ആദ്യം 2 എണ്ണം കളഞ്ഞു, 3Dയിൽ നിന്ന് 1 എണ്ണം കളഞ്ഞു, 3D5. D5 ആണ് ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. D5 അത് കിട്ടാനാണ് ഞാൻ ഇത്രയും ചെയ്തത്. D5 കാരണം ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ ആണ് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ Dയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. D5. ഇനി നോക്കേണ്ടത് ടെട്രാഹീഡ്രൽ ആണോ ഒക്ടാഹീഡ്രൽ ആണോ എന്നാണ്. കാരണം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ് ടെട്രാഹീഡ്രലും ഒക്ടാഹീഡ്രലും രണ്ടും 2 ആണ്. സോ 6 ആണ് വന്നേക്കുന്നത്. 6 കോർഡിനേഷൻ നമ്പർ വരുമ്പോഴത്തേക്ക് ഒക്ടാഹീഡ്രൽ ആണ്. അപ്പം നമ്മുടെ Dയിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്, 5 ഓർബിറ്റൽസ് ഉണ്ട്. അപ്പം നമ്മുടെ ലിഗാൻഡ് വരുമ്പോൾ അവിടെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒക്ടാഹീഡ്രൽ ഫീൽഡ് ആണെങ്കിൽ താഴെ 3 എണ്ണവും മുകളിൽ 2 എണ്ണവും. താഴെ T2G, മുകളിൽ EG. ശരിയല്ലേ? ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹീഡ്രൽ കോമ്പൗണ്ട്, ΔO. അത് = 10dQ ആണ്. 10dQ. ഓക്കെ, ഇനി ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് /5 എനർജി കൂടുകയാണ്, പ്ലസ് ടോട്ടൽ 5 എണ്ണം ഉണ്ട്. ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് മൈനസ് കുറയുകയാണ്, /5 ടോട്ടൽ 5 എണ്ണം ഉണ്ട്. 5ൽ എത്ര? ഇതല്ല, ഈ കൗണ്ടാണ് എടുക്കേണ്ടത്. 5ൽ 3. ഇവിടെ വരുമ്പോൾ ഈ കൗണ്ട് എടുക്കണം, 5ൽ 2. ഓക്കെ, അതായത് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ΔO ആണ് കേട്ടോ. ΔO ചെയ്യുമ്പോഴത്തേക്ക് 3/5 എന്ന് പറയുമ്പോഴത്തേക്ക് 0.6. അപ്പോൾ പ്ലസ് 0.6 ΔO. പിന്നെ നമുക്കതിനെ DQയിലോട്ട് പിന്നെ മാറ്റാം. ഓക്കെ, അല്ലെങ്കിൽ 6dQ 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ΔO = 10dQ അല്ലേ, അപ്പോൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 6dQ. ഇതാകുമ്പോഴത്തേക്ക് 5/2 മൈനസ് 0.2 ΔO, അതായത് 2dQ. അപ്പം 6dQ 2dQ. 6dQ പ്ലസ് ആണ്, 2dQ മൈനസ് ആണ്. ഇനി ഇലക്ട്രോൺസിനെ കൊടുക്കാം. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഞാനത് കൗണ്ട് ചെയ്യുന്നു. 1 2 3 4 5. ഈ 5 എണ്ണത്തിന് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് താഴെ തന്നെ പെയർ ചെയ്യണോ മുകളിലോട്ട് പോകണോ തീരുമാനിക്കുന്നത് ലിഗാൻഡാണ്. നമ്മുടെ ലിഗാൻഡ് എന്ന് പറയുന്നത് H2 ആണ്. H2 എന്ന് പറയുന്നൊരു വീക്ക് ലിഗാൻഡാണ്. ഈ വീക്ക് ലിഗാൻഡ് ഒരിക്കലും ഇലക്ട്രോൺസിന് എന്ത് ചെയ്യത്തില്ല? പെയർ ചെയ്യത്തില്ല, മുകളിലോട്ട് പറഞ്ഞു വിടത്തേ ഉള്ളൂ. അപ്പം നമുക്ക് ഫില്ല് ചെയ്യാം. 1 2 3 4 5 എണ്ണമായി. ഇനി എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഇവിടെ എത്ര ലിഗാൻഡ് ഉണ്ട്? എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3. അപ്പം 3 ഇൻറ്റു ഓക്കെ എത്ര അവിടുത്തെ വാല്യൂ? -2dQ.
3 ഇൻറ്റു മൈനസ് ഡി ക്യൂ പ്ലസ് മുകളിൽ എത്ര എണ്ണം ഉണ്ട് 2 ഇൻറ്റു എത്ര 6 ഡി ക്യൂ 3 ഇൻറ്റു മൈനസ് 2 ഡി ക്യൂ പറ മൈനസ് 6 ഡി ക്യൂ പ്ലസ് 2 ഇൻറ്റു 6 12 ഡി ക്യൂ രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് 6 ഡി ക്യൂ ആൻസർ എത്ര വന്ന 6 ഡി ക്യൂ 6 ഡി ആൻസർ ഡി ആണ്. ഒന്നുമില്ല, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എഴുതാം, ഇലക്ട്രോൺസിനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാം. ഇലക്ട്രോൺസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സ്ട്രോങ് ആണോ വീക്ക് ആണോ നോക്കി. ഇതിപ്പോൾ സ്ട്രോങ് ആയിരുന്നെങ്കിൽ 1 2 3 4 5 പേര് ഇവിടെ കിടന്നേനെ. കാരണം ഒരാളെ ഇവിടെ ഫില്ല് ചെയ്തിട്ട് അധികം ഉണ്ടെങ്കിൽ ഇനി അടുത്തിലോട്ട് പോകാം. ഇതിപ്പം H2 ഒരു വീക്ക് ലിഗാൻഡാണ്. അതിന് മുകളിലോട്ട് പോയതിന് ശേഷം മുകളിലും കൂടെ കഴിഞ്ഞിട്ട് താഴെ വന്ന് പിന്നെയും പെയറിങ് നടത്തും. ഇതാണ് നമ്മുടെ ആൻസർ 6 ഡി ക്യൂ ആണ്. പിന്നെ ഇത് എഴുതുന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഡിവൈഡ് ബൈ 5 മുകളിൽ പ്ലസും താഴെ മൈനസ്. പിന്നെ ഇവിടുത്തെ എണ്ണം എഴുതുന്നത് ഇവിടുത്തെ എണ്ണം, ഈ മുകളിലത്തെ വാല്യൂ ഇവിടുത്തെ എണ്ണം. ഇനി അടുത്തത് മറ്റേ ടെട്രാഹീഡ്രലില്ലേ 5 താഴെ 3 താഴെ 2 മുകളിൽ 3 ഇങ്ങനെയാണല്ലോ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എഴുതാൻ പ്ലസ് ഡിവൈഡ് ബൈ 5 മൈനസ് ഡിവൈഡ് ബൈ 5 അല്ലേ. ഇവിടുത്തെ വാല്യൂ ഇവിടുത്തെ എണ്ണം 2, ഇവിടുത്തെ വാല്യൂ ഇവിടുത്തെ എണ്ണം 3 ചെയ്ത് കണ്ടുപിടിച്ചാൽ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സസ് സിഗ്നിഫിക്കൻ്റ്ലി ഷോയിങ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ. അപ്പം JT ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കാനുള്ള മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. T2Gയിലോ EGയിലോ. EGയിലാണ് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ആയിരിക്കും. ഈ T2Gയിലാണ് ഇതെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ആയിരിക്കില്ല, പക്ഷേ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ T2Gയിലോ EGയിലോ അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ T2Gയിൽ എത്ര പെട്ടി 3 പെട്ടി, EGയിൽ 2 പെട്ടി. ഈ 3ലും 2ലും 3 പെട്ടിയിൽ ഓരോന്ന് വീതം അല്ലെങ്കിൽ 3 പെട്ടിയിലും 2 വീതം. അതാണ് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ. ഒരേ കണക്ക് 3 പെട്ടിയിലും കൊടുക്കുന്നു. അൺഈവൻ ആയിട്ട് കൊടുക്കുമ്പോഴാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ വരുന്നത്. ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തത് CuH2O 6 times 2+. ഇവിടെ ഞാൻ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നു. കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Cu2+. ഇതാണ് കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് നിന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു. Cu29 Ar 4s1 3d10 അല്ലേ. ക്രോമിയത്തിനും കോപ്പറിനും 4s1 എന്ന് എഴുതാവും. 2+ ആകുമ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഡിയിൽ 9 ആണ്. ഓക്കെ, ഞാൻ പെട്ടി വരയ്ക്കുന്നു. 3 2 ഇത് T2G ഇത് EG. ഇലക്ട്രോണിനെ കൊടുക്കുന്നു. 9 എണ്ണമാണ്. 9 ആകുമ്പോഴത്തേക്ക് പിന്നെ ഹൈ സ്പിന്ന് ലോ സ്പിന്ന് നോക്കണ്ട. സോ 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ ഈവൻ ആണ്, പക്ഷേ ഇവിടെ അൺഈവൻ ആണ്. സോ എന്ത് ഡിസ്ട്രിബ്യൂഷൻ? അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ, അതും EGയിൽ. സോ ഡെഫിനറ്റ് ആയിട്ടും ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഉണ്ട്. സോ ആൻസർ ഓപ്ഷൻ A. ഇനി B ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. MnH2 6 times 2+. മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ വരും. Mn2+. നിങ്ങൾ ചെയ്ത് നോക്കാം. 2+ ആകുമ്പോഴത്തേക്ക് മാംഗനീസ് അറ്റോമിക് നമ്പർ 25, Ar 4sൽ 2 എണ്ണം 3Dയിൽ 5 എണ്ണം. 2+ ആകുമ്പോൾ 2 എണ്ണം പോകണം. അപ്പോൾ 4s 2 എണ്ണം പോകും. Dയിൽ 5 എണ്ണം. 5 എന്ന് പറഞ്ഞേ 3 2. ഇത് H2 ആണ്. H2 വീക്ക് ലിഗാൻഡാണ്. അപ്പോൾ താഴെ പെയറിംഗ് ഇല്ല, മുകളിലോട്ട് പോകും. 1 2 3 4 5 കണ്ടോ, എല്ലായിടത്തും ഈവൻ ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടെ ഓരോ പെട്ടിയിലും 3 എണ്ണം. അപ്പോൾ ഈ പെട്ടിയെല്ലാം സെയിം. ഇവിടെ ഓരോ പെട്ടിയിൽ 2 എണ്ണം. അപ്പോൾ ആ പെട്ടിയെല്ലാം സെയിം. ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ചെയ്യും. ഇനി അടുത്തത് FeCN6 4-. CN6 4-. ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് Feയുടെ സ്റ്റേറ്റ് കിട്ടുന്നത് 2+ ആണ്. Fe2+ ആണ് കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. Fe2+ എന്ന് കിട്ടും. Fe2+ ആകുമ്പോഴത്തേക്ക് Ar 4s2 3d6. ഇതാണ് Fe. 2+ ആകുമ്പോൾ ഇവിടുന്ന് 2 എണ്ണം പോകും. D6. അപ്പം T2G താഴെ EG മുകളിൽ. കാരണം 6 ആണ്. 6 ആയതുകൊണ്ട് T2G താഴെ EG മുകളിൽ കൊടുത്തത്. ഇനി ലിഗാൻഡ് ഏതാ? CN സ്ട്രോങ് ലിഗാൻഡ്. മുകളിലോട്ട് കടത്തി വിടത്തില്ല, താഴെ തന്നെ പെയർ ചെയ്യിപ്പിക്കും. 1 2 3 4 5 6 കണ്ടോ, ഈവൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലായിടത്തും. അതാണ് കാരണം അവസാനത്തെ ആൾ. സോ ഫസ്റ്റ് ആളിൽ മാത്രമേ ഉള്ളൂ അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതുകൊണ്ട് CuH2 6 times 2+ എന്ന് പറയുന്നത് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കുന്ന ആളാണ്. ഇതാണെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരേ കണക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല, ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഇല്ല. അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ വന്നാൽ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോകുന്നു. വാട്ട് ഈസ് ദി കറക്റ്റ് ഓർഡർ ഓഫ് ലിഗാൻഡ് ഇൻ ടേംസ് ഓഫ് ദ ട്രാൻസ് എഫക്റ്റ്? കറക്റ്റായിട്ട് ട്രാൻസ് എഫക്റ്റ് പഠിച്ചു വെച്ചേക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റൂ. സോ ട്രാൻസ് എഫക്റ്റിൻ്റെ ബേസിൽ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ C ആണ്.
കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം ആൻസർ. ഏറ്റവും കൂടുതൽ CO CN തുടങ്ങിയ ആൾക്കാർ, പിന്നെ NO2 Cl OH- H2 ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ ഓർഡർ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചു, കാരണം അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഓർഡർ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചു. ഇതടക്കാണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ഓർഡറും, അതും നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ട്രാൻസ് എഫക്റ്റിൻ്റെ ഇതും സ്ഥിരം ചോദിക്കുന്നതാണ്. രണ്ടും കൂടെ പഠിച്ചു വെക്കുക എന്നിട്ട് ആൻസർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്. ആൻ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ഹാവിംഗ് ബ്രിഡ്ജിങ് സ്ട്രക്ചർ ആൻഡ് മൾട്ടി സെൻറ്റേർഡ് ബോണ്ടിങ് ഈസ്. മൾട്ടി സെൻറ്റർ ബോണ്ടിങ്ങും ഉണ്ട്, ബ്രിഡ്ജിങ് സ്ട്രക്ചറും ഉണ്ട്. ബ്രിഡ്ജിങ് സ്ട്രക്ചർ വരുന്നത് ബനാന ബോണ്ട് വരുന്ന ആൾക്കാർക്ക്, അത് വരുന്നത് നമ്മുടെ Al2CH3 6 ടൈംസിൽ മാത്രമാണ് ബനാന ബോണ്ട് വരുന്നത്. ഓക്കെ, ബാക്കി ആരിലും ബനാന ബോണ്ട് ഇല്ല. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. അതിൻ്റെ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ്. നെക്സ്റ്റ്, ദ ടേം ഹാപ്റ്റിസിറ്റി ഇൻ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് റെഫേഴ്സ് ടു ദി. എന്താണ് ഹാപ്റ്റിസിറ്റി കൊണ്ട് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിൽ റെഫർ ചെയ്യുന്നത് നോക്കിയാലോ. എ, നമ്പർ ഓഫ് ലിഗാൻഡ് അറ്റാച്ച്ഡ് ടു ദി സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ലിഗാൻഡുകളുടെ എണ്ണം, അത് കോർഡിനേഷൻ നമ്പറാണ്, ഹാപ്റ്റിസിറ്റി അല്ല. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, കോർഡിനേഷൻ നമ്പറാണത്. 2, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഓഫ് ലിഗാൻഡ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു ദ മെറ്റൽ. അതും തെറ്റാണ്. കാർബൺ ആറ്റംസ് ഓഫ് ലിഗാൻഡ് അല്ല, അത് ഹാപ്റ്റിസിറ്റി അല്ല, കോർഡിനേഷൻ നമ്പർ അല്ല, ഒന്നുമല്ല. അടുത്തത്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഷെയർഡ് ബിറ്റ്വീൻ ലിഗാൻഡ് ആൻഡ് സെൻട്രൽ ആറ്റം. എത്ര ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തേക്കുന്നു. ഓക്കെ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നമ്പർ ഓഫ് ബാക്ക് ബോണ്ട് ഇലക്ട്രോൺസ് ഒന്നുമല്ല, ആൻസർ സി ആണ്. എത്ര ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തേക്കുന്നു, അതാണ് ഹാപ്റ്റിസിറ്റി. ഓക്കെ, നെക്സ്റ്റ്. സെലക്ട് റിഡക്റ്റീവ് കാർബണലൈസേഷൻ മെത്തേഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. അപ്പം എന്താണ് റിഡക്റ്റീവ് കാർബണൈലേഷൻ എന്ന് നമുക്ക് നോക്കാം. റിഡക്റ്റീവ് കാർബണൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം റിഡക്ഷൻ നടക്കും, പിന്നെ കാർബൺ മോണോക്സൈഡ് കയറുന്നു. ഇതിനെയാണ് റിഡക്റ്റീവ് കാർബണലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ആദ്യം റിഡക്ഷൻ നടക്കുന്നു, അതിനുശേഷം കാർബൺ മോണോക്സൈഡ് കയറുന്നു. അത് വരുന്ന ഓപ്ഷൻ ഇതിനകത്ത് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നിക്കലിനകത്താണല്ലോ കാർബൺ മോണോക്സൈഡ് കയറിയേക്കുന്നത്. നിക്കലിൻ്റെ ചാർജ് ഇവിടെ 0, ഇവിടെയും 0, അതായത് റിഡക്ഷൻ ഇല്ല, പക്ഷെ കാർബൺ മോണോക്സൈഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെയിം ആണ്. റിഡക്റ്റീവ് കാർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ നടന്നിട്ട് വേണം കാർബണൈസേഷൻ നടക്കാൻ. സോ ഓപ്ഷൻ എ തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ്. Fe എന്ന് പറയുന്ന ആൾ, ഇവിടെയും Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അപ്പുറം ചെല്ലുമ്പോൾ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0, കാരണം കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ ലിഗാൻഡാണ്. അപ്പോൾ അത് ഓക്സിഡേഷൻ സ്റ്റേറ്റിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ കാർബണലൈസേഷൻ നടന്നിട്ടുണ്ട്, പക്ഷേ റിഡക്ഷൻ നടന്നിട്ടില്ല. സോ ഓപ്ഷൻ ബിയും തെറ്റാണ്. ഇനി ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നോക്കാം. ഓപ്ഷൻ സിയിൽ CrCl3 പ്ലസ് സ്ഥലമില്ലാത്തതാണ് താഴോട്ട് ഇടുന്നത്, Al പ്ലസ് 6CO ഗീവ്സ് CrCO 6 ടൈംസ് പ്ലസ് AlCl3. ഇവിടെ CO വരുന്നത് CRൻ്റെ കൂടെ. അപ്പം അത് ഇവിടെ CRൻ്റെ ചാർജ് 0 ആണ്, കാരണം CO ന്യൂട്രൽ ലിഗാൻഡാണ്. ഇവിടുത്തെ CRൻ്റെ ചാർജ് നോക്കാം. Clൻ്റെ ചാർജ് -1, 3 Cl ആകുമ്പോൾ -3, അപ്പോൾ CRൻ്റെ ചാർജ് +3. അപ്പോൾ +3 എന്ന് പറയുന്ന ആൾ 0 വന്നു, റിഡക്ഷൻ, ചാർജ് കുറഞ്ഞു, റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷൻ നടന്നിട്ടാണ് കാർബൺ മോണോക്സൈഡ് വന്നത്, അപ്പോൾ റിഡക്റ്റീവ് കാർബണലൈസേഷൻ ആയി. സോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, തെറ്റല്ല. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. CO2 CO8 ചാർജ് ഇല്ല, അപ്പുറം വന്നപ്പോൾ CO4 CO12 അവിടെയും ചാർജ് ഇല്ല. സോ റിഡക്റ്റീവ് എലിമിനേഷൻ അല്ല, റിഡക്റ്റീവ് കാർബണലൈസേഷൻ അല്ല. സോ ആൻസർ നമുക്ക് വരുന്നത് ഓപ്ഷൻ സി ആണ്. പേരിൽ തന്നെയുണ്ട് റിഡക്റ്റീവ് കാർബണൈലേഷൻ, വേർഡ് തിരിയുന്നില്ല, കാർബണൈലേഷൻ. ഓക്കെ, ആ സാധനം. ഓക്കെ, ഫൈൻ, ക്ലിയർ ആണല്ലോ ഇത്.